അക്ഷരസൂനങ്ങൾ അറിവിൻ്റെ ആകാശം. ആയിരം ഹൃദയങ്ങളിൽ കുളിർമഴ പോൽ പെയ്ത സരസ്വതി ക്ഷേത്രമേ, വിജ്ഞാന കേദാരമേ, ഊനൂരിക്കാതെ തൊടുപുരി ചാർത്തിയോരെൻ്റെ വിദ്യാലയമേ, ഉയരട്ടെ നിൻ നാമം, പടരട്ടെ നിൻ കേളി അംബരസീമകളിൽ, പൂനൂർ GM UP സ്കൂളിലെ സ്വാതന്ത്ര്യദിന മെഗാ ഓൺലൈൻ ക്വിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾ പേനയും പേപ്പറും എടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ കാണാനിരിക്കേണ്ടത്. നിങ്ങൾ എഴുതിയെടുക്കുന്ന ഉത്തരങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ക്വിസ് ലിങ്കിലൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആയതിനാൽ എല്ലാ കുട്ടികളും പേപ്പറും പേനയും എടുത്ത് റെഡിയായി ഇരുന്നതിന് ശേഷം ഈ വീഡിയോ പ്ലേ ചെയ്യുക. 20 ചോദ്യങ്ങളാണ് ഈ പ്രശ്നോത്തരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളുടെ ക്രമനമ്പർ തെറ്റാതെ എഴുതി ശരിയായ ഓപ്ഷൻ എഴുതിയെടുക്കുക. 20 ചോദ്യങ്ങളുടെയും ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും പുറത്തു കടക്കുക. 8:20 ക്ലാസ് ഗ്രൂപ്പിലെത്തുന്ന ക്വിസ് ലിങ്കിലൂടെ നിങ്ങൾ എഴുതിയെടുത്ത ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എല്ലാവരും റെഡിയല്ലേ? ഒന്നാമത്തെ റൗണ്ട് ഓർമ്മ. ഈ റൗണ്ടിൽ 4 ചോദ്യങ്ങളാണുള്ളത്. 1 മുതൽ 4 വരെ ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം ശരിയായ ഉത്തരം പേപ്പറിലേക്ക് ചോദ്യത്തിന്റെ നമ്പർ സഹിതം എഴുതിയെടുക്കുക. ചോദ്യം 1. സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വർഷമാണ് 2021. ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ 1 സ്വയം പര്യാപ്തമായ ഇന്ത്യ. ഓപ്ഷൻ 2 രാഷ്ട്രമാണ് ഒന്നാമത്, എപ്പോഴും ഒന്നാമത്. ഓപ്ഷൻ 3 എന്റെ രാജ്യം എന്നും മുന്നിൽ. ചോദ്യം 2. ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢമിതു, മാതിരിയൊരു കർമ്മ യോഗിയെ പ്രസവിക്കൂ. ആരെക്കുറിച്ചാണ് വള്ളത്തോൾ ഇങ്ങനെ പാടിയത്? ഓപ്ഷൻ 1 ഭഗത് സിംഗ്. ഓപ്ഷൻ 2 സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ 3 ഗാന്ധിജി. ചോദ്യം 3. ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ 1 1885. ഓപ്ഷൻ 2 1889. ഓപ്ഷൻ 3 1891. ചോദ്യം 4. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുമ്പോൾ അതിൽ പങ്കെടുത്തിട്ടില്ലാത്ത ദേശീയ നേതാവ് ആരാണ്? ഓപ്ഷൻ 1 അബുൽ കലാം ആസാദ്. ഓപ്ഷൻ 2 BR അംബേദ്കർ. ഓപ്ഷൻ 3 ഗാന്ധിജി. റൗണ്ട് 2 സ്മൃതി. ഈ റൗണ്ടിലും 4 ചോദ്യങ്ങളാണുള്ളത്. 5 മുതൽ 8 വരെ ചോദ്യങ്ങൾ ഫോട്ടോയിലുള്ള വ്യക്തിയെ തിരിച്ചറിയാനുള്ളതാണ്. കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേപ്പറിൽ ചോദ്യത്തിന്റെ ക്രമനമ്പർ തെറ്റാതെ ഉത്തരം എഴുതിയെടുക്കുക. ചോദ്യം 5. ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ? ഓപ്ഷൻ 1 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഓപ്ഷൻ 2 കെ കേളപ്പൻ. ഓപ്ഷൻ 3
വക്കം അബ്ദുൽ ഖാദർ. ചോദ്യം 6. ഇതാരാണ്? ഓപ്ഷൻ 1 ഭഗത് സിംഗ്, ഓപ്ഷൻ 2 സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ 3 റാം പ്രസാദ് ബിസ്മിൽ. ചോദ്യം 7. ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാമോ? ഓപ്ഷൻ 1 ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ 2 അഷ്ഫാഖുള്ള ഖാൻ, ഓപ്ഷൻ 3 രാജേന്ദ്ര ലാഹിരി. ചോദ്യം 8. ഇതാരാണ്? ഓപ്ഷൻ 1 റോഷൻ സിംഗ്, ഓപ്ഷൻ 2 അഷ്ഫാഖുള്ള ഖാൻ, ഓപ്ഷൻ 3 റാം പ്രസാദ് ബിസ്മിൽ. മൂന്നാമത്തെ റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രാവ്യം. 9 മുതൽ 12 വരെയുള്ള 4 ചോദ്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പ്രസംഗങ്ങളാണ്. പ്രസംഗം കേട്ടതിന് ശേഷം ഉത്തരം നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. ചോദ്യം 9. ഇത് ആരുടെ പ്രസംഗമാണ്? I come to you from many thousand miles away as the ambassador of a very ancient country to the youngest nation in the world. It may surprise you that a country which you are taught to regard as conservative should have chosen a woman to be its representative ഓപ്ഷൻ and 1 ambassador. സരോജിനി നായിഡു, ഓപ്ഷൻ 2 ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ 3 ആനി ബസന്റ്. ചോദ്യം 10. आपको ये याद रखना ആരുടെ चाहिए പ്രസംഗമാണ്? कि दुनिया में हर जिम्मेदारी के तकाजे हैं और वो तकाजे पूरे करने पड़ते हैं। दुनिया में ठोकरें उन्हीं को लगती हैं कि जो चलते हैं, जो पांव तोड़ कर बैठ जाते हैं उन्हें कभी ठोकर नहीं लगती। गिरते वही हैं कि जो दौड़ेंगे, कांटे उन्हीं के तलवों में चुभते हैं कि जो दौड़ते हैं। जब तक कि आजादी हमारे हाथ में न थी, आपके मुल्क का क्या हाल था? അബുൽ കലാം वो अपनी ആസാദ്, किस्मत का मालिक थी। ഓപ്ഷൻ 2 സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ 3 സി രാജഗോപാലാചാരി. ചോദ്യം നമ്പർ 11. ഇത് ആരുടെ പ്രസംഗമാണ്? अखबार में मैंने देखा कि लंबी चौड़ी बयान दिया जफरुल्लाह साहब ने, उसमें जूनागढ़ को भी डाल दिया। जूनागढ़ को सलाह जफरुल्लाह साहब ने दिया था कि हाँ तुम पाकिस्तान में शरीक हो जाओ, वो ठीक है। तो उसका जूनागढ़ का नवाब को भोगना पड़ता है, कोई जफरुल्लाह साहब को भोगना नहीं पड़ता है। और ये तो खाली बातों है। जूनागढ़ का तो फैसला हो गया, अभी उसमें कोई चीज बनने वाली है नहीं। यूनो में जाओ, दुनिया पार जाओ, उसमें कोई चीज സുഭാഷ് नहीं बनती। ചന്ദ്രബോസ്, ഓപ്ഷൻ 2 സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ 3 ജവഹർലാൽ നെഹ്റു. ചോദ്യം 12. As the ഇത് ultimate goal ആരുടെ is ശബ്ദമാണ്? concerned, I think none of us need have any apprehension. None of us need have any doubt. But my fear, which I must express clearly, is this. Our difficulty, as I said, is not about the ultimate future. Our difficulty is how to make the heterogeneous mess ഓപ്ഷൻ 1 that we have സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ 2 BR അംബേദ്കർ, ഓപ്ഷൻ 3 ജവഹർലാൽ നെഹ്റു. ദൃശ്യം റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ് ഉള്ളത്. 13 മുതൽ 16 വരെ ചോദ്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില മറക്കാനാവാത്ത സംഭവങ്ങളാണ്. ഓരോ വീഡിയോയുടെയും അവസാനം ചോദ്യങ്ങളും ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം ഉത്തരം നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതിയെടുക്കുക.
We must have the courage to take their anger. Hamilton Major. Should we issue a warning, sir? They've had their warning. No meetings. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തരൂഷിതമായ ഒരു അധ്യായമാണ് ജാലിയൻ വാലാബാഗ് സംഭവം. ജാലിയൻ വാലാബാഗ് സംഭവത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതു വർഷമാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത്? ഓപ്ഷൻ എ 1921, ഓപ്ഷൻ ബി 1914, ഓപ്ഷൻ സി 1919. Next morning, the people of Aslali saw Gandhi stride away with his pilgrim band to the next stage in the journey to the sea. Daily, Gandhi tramped about 10 miles. On the way, he spoke on his familiar themes, beseeching the people to abjure alcohol, abandon child marriage, and, when the signal came, to break the salt law. As the procession marched through village after village, the people followed the fortunes of this marching column from day to day, and the temperature of the country went up. Truth was once again on the march. Never was the wave of patriotism so powerful in the hearts of Indians as it was on this great occasion. The eyes of the world were focused on Gandhi and on Dandi, a small village on the seashore in Gujarat, which was preparing to receive streams of men and women. After a 241-mile-long trek lasting for 24 days, the pilgrims reached the promised land on the morning of April 5th. Sarojini Naidu received Gandhi and his followers on the outskirts of the village. After relaxing for a few hours, he set out to prepare the people for the war against the salt tax that was to begin next morning. ചോദ്യം 14. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷ് സർക്കാരിന്റെ പുതിയ ഉപ്പ് നിയമങ്ങൾക്കെതിരെ തന്റെ ആശ്രമമായ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കാണ് ഗാന്ധിജി മാർച്ച് നടത്തിയത്. ദണ്ഡി മാർച്ച് എന്നാണ് ഈ ജാഥ അറിയപ്പെടുന്നത്. ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1930, ഓപ്ഷൻ ബി 1927,
ഓപ്ഷൻ Walking at സി a slow pace, in 1921. Gandhi picked up a Brother, Papu is already late for prayers. Oh, God. The object of this massive tribute died as he had always lived, a private man without wealth, without property, without official title or office. Mahatma Gandhi was not the commander of armies nor a ruler of vast lands. He could not boast any scientific achievement or artistic gift. Yet men, governments, dignitaries from all over the world. ചോദ്യം 15. മഹാത്മാഗാന്ധിയുടെ അന്ത്യരംഗത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഗാന്ധിജി എന്നാണ് രക്തസാക്ഷിയായത്? ഓപ്ഷൻ 1 1948 ഒക്ടോബർ 2. ഓപ്ഷൻ 2 1948 ജനുവരി 30. ഓപ്ഷൻ 3 1947 जनवरी 30. दूसरे विश्व युद्ध में भारतीय नेताओं ने ब्रिटेन का समर्थन करने का फैसला लिया था, क्योंकि उन्हें उम्मीद थी कि ऐसा करने पर अंग्रेज भारत को आजाद कर देंगे। लेकिन ब्रिटिश सरकार को भारतीय नेताओं का यह प्रस्ताव मंजूर नहीं हुआ। ऐसे में गांधी जी ने व्यक्तिगत सत्याग्रह शुरू करने का फैसला किया, जिसके पहले सत्याग्रही बने विनोबा भावे। अंग्रेजों को देश से भगाने के लिए 4 जुलाई 1942 को भारतीय राष्ट्रीय कांग्रेस ने एक प्रस्ताव पारित किया, जिसमें कहा गया कि यदि अंग्रेज भारत नहीं छोड़ते हैं तो उनके खिलाफ व्यापक स्तर पर नागरिक अवज्ञा आंदोलन चलाया जाए। सरदार वल्लभ भाई पटेल, डॉक्टर राजेंद्र प्रसाद और जयप्रकाश नारायण जैसे वरिष्ठ गांधीवादियों ने इस आंदोलन का खुलकर समर्थन किया। मुस्लिम लीग और भारतीय कम्युनिस्ट पार्टी ने इस आंदोलन का विरोध किया। 8 अगस्त 1942 को अखिल भारतीय कांग्रेस समिति के बंबई सत्र में भारत छोड़ो आंदोलन का प्रस्ताव पारित किया गया। ब्रिटानिया हुकूमत इस बारे में पहले से ही सतर्क थी, इसलिए अगले ही दिन गांधी जी को पुणे के आगा खान पैलेस में कैद कर दिया गया। लगभग सभी नेता गिरफ्तार कर लिए गए, लेकिन युवा नेत्री अरुणा आसफ अली हाथ नहीं आई और 9 अगस्त 1942 को मुंबई के गवालिया टैंक मैदान ചോദ്യം 16. गांधी जी के നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. चलाने का आह्वान किया था, लेकिन देशवासियों ജനങ്ങൾ കൂട്ടത്തോടെ തെരുവുകളിൽ ഇറങ്ങി. जुनून पैदा हो गया कि തെരുവുകൾ കത്തിയെരിഞ്ഞു. विस्फोट हुए, सरकारी इमारतों को जला ഇന്ത്യ മുഴുക്കെ കലാപത്തിന്റെ പിടിയിലമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ നിൽക്കക്കണ്ണീരില്ലാതെ അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. गिरफ्तार किए गए ചോദ്യം ഇതാണ്: और कार्यकर्ताओं
ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഏത് വർഷമാണ്? स्वतंत्र शासन स्थापित ഓപ്ഷൻ എ एक तो अंग्रेजों की रीढ़ 1942, भारत छोड़ो आंदोलन ഓപ്ഷൻ के चूल्हे 2 इस 1945, ഓപ്ഷൻ 3 ने सैकड़ों प्रदर्शनकारियों 1946. എല്ലാവർക്കും സ്വാതന്ത്ര്യ സമര മെഗാ ക്വിസിന്റെ അവസാന റൗണ്ടായ ഈണത്തിലേക്ക് സ്വാഗതം. 17 മുതൽ 20 വരെ 4 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉള്ളത്. പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര ഗീതങ്ങളാണ് ഈ റൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ഗാനവും കേട്ടതിന് ശേഷം ആ ഗാനം എഴുതിയ ആളുടെ പേര് കുട്ടികൾ എഴുതിയെടുക്കുക. ഓപ്ഷനുകൾ ഓരോ ഗാനത്തിൻ്റെയും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഗാനരചയിതാക്കളുടെയും പേര് ചോദ്യത്തിൻ്റെ ക്രമനമ്പർ തെറ്റാതെ കുട്ടികൾ പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा, हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा, सारे जहां से अच्छा पर्वत वो सबसे ऊंचा, ഭരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകലാം. ഭരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകലാം. വൃട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി ദുഷ്ടഭക്തിലൊട്ടുമേ നിലച്ചിടാം. വൃട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി ദുഷ്ടഭക്തിലൊട്ടുമേ നിലച്ചിടാം. എത്ര നാളിൻ അടിമയായി കിടക്കണം സഖാക്കളെ, എത്ര നാളിൻ അടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. वन्दे मातरम् वन्दे मातरम्, सुजला सुफला मलयज शीतला, सस्यश्यामला मातरम् वन्दे मातरम्, शुभ्रज्योत्स्ना पुलकितयामिनी, पुल्लकुसुमित द्रुमदलशोभिनी, सुहासिनी सुमधुरभाषिणी, सुखदां वरदां मातरं वन्दे मातरम् वन्दे मातरम्. जनगणमन अधिनायक जय हे, भारत भाग्य विधाता
हिमाचल यमुना गंगा उच्छल जलधि तरंग तव शुभ नाम जागे तब शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे സ്വാതന്ത്ര്യ സമര മെഗാ ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കുട്ടികൾ ക്ലാസ് ഗ്രൂപ്പിലെത്തിയ ക്വിസ് ലിങ്ക് തുറന്ന് നിങ്ങൾ എഴുതിയെടുത്ത 20 ചോദ്യങ്ങളുടെയും ശരിയുത്തരങ്ങൾ ക്വിസ് ലിങ്കിലൂടെ സബ്മിറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും പൂനൂർ GM UP സ്കൂളിന്റെ നന്ദി അറിയിക്കുന്നു.